നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷനുകളായ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ പെൻഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. ഞങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങുന്നത്, തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമ്മൾ മുകളിൽ പറഞ്ഞു, പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പല സമയങ്ങളിൽ പിന്നീട് പെൻഷൻ മുടങ്ങാറുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഓരോ സമയത്തും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ വഴിയും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. എല്ലാ തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും, അതായത് 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഓരോ മാസവും അവരുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെൻഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ മസ്റ്റിംഗ് ചെയ്യണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇതെല്ലാം അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചൊന്നും ഒരു മുടക്കും അതിന് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പെൻഷൻ സേവന വെബ്സൈറ്റ് വഴി നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ പെൻഷൻ ID, അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നൽകേണ്ട സത്യവാങ്മൂലം എന്നിങ്ങനെ പല സമയങ്ങളിലും പല കാര്യങ്ങളും അതിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നിങ്ങനെ കാണിക്കും. അതുപോലെ തന്നെ ചില ക്ഷേമനിധി ബോർഡിലും പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല സമയങ്ങളിലും പല രേഖകളും അവിടെ ഹാജരാക്കാത്തത് മൂലമാണ് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ മനസ്സിലാകും എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്ന്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. ലിങ്ക് അയക്കുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ലിങ്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചാനൽ ഫോളോ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്കിവിടെ കമൻറ്റ് കാണുകയുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, പെൻഷൻ ലഭിക്കുന്ന ആൾ നിർബന്ധമായി നൽകേണ്ട ഒരു രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അതൊരു പ്രാവശ്യം മാത്രം നൽകിയാൽ മതി, എല്ലാ വർഷവും നൽകേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാതെ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങുമെന്ന് കാണിച്ച് മെസ്സേജുകൾ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വില്ലേജ് ഓഫീസിലേക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, പുതിയ നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റ്, അതുപോലെ തന്നെ ആരുടെ പേരിലാണ് വേണ്ടത് അവരുടെ ആധാർ കാർഡ് എന്നിവ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയും പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ്. ഇങ്ങനെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും